ഉടുമ്പന്നൂർ പഞ്ചായത്ത് കേരളത്തിലെ മറ്റു പല പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമാണ്. വനമേഖല ധാരാളമുള്ള പ്രദേശം, തേ അധികം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം തുടങ്ങി പല പ്രത്യേകതകളും ഈ പഞ്ചായത്തിനുണ്ട്. കൃഷിയിൽ നിന്നും അനുബന്ധ മേഖലകളിൽ നിന്നും മാത്രമായി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ജനങ്ങൾ ഏറ്റവും അധികമുള്ളതും ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ഒരു സമ്മിശ്ര കർഷകനാണ് KS ബിജുമോൻ. വർഷത്തെ പട്ടാള സേവനത്തിന് ശേഷം നാട്ടിൽ വന്ന് സ്വന്തമായി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. വടക്കോട്ട് ചാഞ്ഞു കിടക്കുന്ന കുറുക്കനാട് മല. ഇവിടെ 7.5 ഏക്കർ സ്ഥലം ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. മുഴുവനും റബ്ബർ കൃഷിയുമായിരുന്നു. എന്നാൽ റബ്ബറിന് പെട്ടെന്നുണ്ടായ വില തകർച്ച ഇദ്ദേഹത്തെ മറ്റ് കൃഷിയിലേക്കും തിരിയാൻ പ്രോത്സാഹിപ്പിച്ചു. കുറെ സ്ഥലത്തെ റബ്ബർ ഇദ്ദേഹം വെട്ടിമാറ്റി വാഴ, റംബൂട്ടാൻ, പപ്പായ തുടങ്ങിയവ കൃഷി ചെയ്യാൻ തുടങ്ങി. 2 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും ഈ പുതിയ കൃഷിയിൽ നിന്ന് ഇദ്ദേഹത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങി. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഇവിടെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ മലകൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം മാത്രം മടക്കുകളായി വെട്ടിയെടുത്ത് അതിൽ 400 റംബൂട്ടാൻ തൈകളാണ് നട്ടിരിക്കുന്നത്. N18 ഇനം തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി. നടുന്ന സമയത്ത് ചാണകപ്പൊടി മാത്രം ഇട്ട് നട്ടതാണ്. അടുത്ത വർഷം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ടുകൊടുത്തു. ആദ്യ വർഷം നനയ്ക്കാനായി ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഉപയോഗിച്ചിരുന്നു. ഈ വർഷം ഇതുവരെയും നനച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചുവടുണങ്ങാതിരിക്കാൻ കളകൾ പറിച്ചു കളഞ്ഞിട്ടുമില്ല. മൂന്നാം വർഷം മുതൽ കായ്ഫലം ലഭിക്കും. ഇപ്പോൾ ചിലതെല്ലാം പൂത്തു തുടങ്ങി. കായ പഴുത്തു തുടങ്ങുമ്പോൾ നെറ്റിടേണ്ടി വരും. പഴുത്ത കായ് 20 ദിവസം വരെ ഒരു ചെടിയിൽ നിൽക്കും. ഒരു ചെടിയിൽ നിന്ന് കുറഞ്ഞത് 25 കിലോ ഒരു സീസണിൽ പ്രതീക്ഷിക്കുന്നു. 1 കിലോ 250 രൂപയ്ക്ക് വിൽക്കാനും സാധിക്കും. കഴിഞ്ഞ 21 വർഷമായി കൃഷിയിൽ വ്യാപൃതനായ ഒരാളാണ് ഞാൻ. ആദ്യം എനിക്ക് റബ്ബർ കൃഷിയായിരുന്നു. റബ്ബർ കൃഷി മാറി ഭക്ഷ്യവിളയിലേക്ക് തിരിയണമെന്ന് എനിക്ക് തോന്നി. റബ്ബറിൻ്റെ ആ കാലാവധി കഴിഞ്ഞപ്പോൾ അത് വെട്ടി മാറ്റി പതിയെ ഭക്ഷ്യവിളയിലോട്ട് തിരിയുകയാണ് ഉണ്ടായത്. ഈ ഭക്ഷ്യവിള ഒരെണ്ണത്തിൽ തന്നെ അധിഷ്ഠിതമായിട്ട് പോകണമെന്നും നമുക്ക് താല്പര്യമില്ലായിരുന്നു. വില പോയാൽ പോയല്ലോ, നമ്മൾ ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആദ്യം റംബൂട്ടാൻ 400ഓളം എണ്ണം നട്ടു. അതിനിടവിളയായിട്ട് വാഴ വെച്ചു. അധികം വിഷം വാഴയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടേ ഇല്ല. രാസവളത്തിൻ്റെ ഉപയോഗം കുറച്ച്, ജൈവവളമാണ് കൂടുതൽ. എന്നാൽ രാസവളം ഉണ്ട്. രാസവളം കുറച്ച് ചേർക്കണമെന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ വാഴയൊന്നും നല്ല ആദായമായിരുന്നു. അധികം പൈസ മുടക്കാതെ തന്നെ നല്ലൊരു ആദായം കിട്ടി. ഇതിനോടൊപ്പം റംബൂട്ടാനും വളർന്നു വന്നു. അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരുന്നു. ഇതിൽ പൊതുവേ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, വെള്ളത്തിൻ്റെ ലഭ്യത കുറച്ച് കുറവുള്ളതാണ്. പിന്നെ വടക്കൻ ചായ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ വാഴയും റംബൂട്ടാനും ഒരുമിച്ച് വന്നു. ഇപ്പോൾ 2 വർഷത്തോളമായി. റംബൂട്ടാൻ ഇപ്പോൾ പൂവിട്ട് തുടങ്ങി. ഇപ്പോൾ വരുന്ന സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും കായ ഉണ്ടാകും. ആദ്യത്തെ വിളവാണ്. അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടി ഒരു മികച്ചത് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ താഴോട്ടുള്ള കൃഷി ചെയ്തിരിക്കുന്നത് 28 അടി അകലത്തിൽ ജാതി, അതേ കാലത്തിൽ തന്നെ മാംഗോസിൻ, ഇതിൻ്റെ ഇടയിൽ ഒരു 14 അടി അകലം വരുന്ന രീതിയിൽ കൊക്കോ, ഹൈബ്രിഡ് കൊക്കോ മണ്ണൂത്തിയുടെ, ഇതിനിടയ്ക്ക് ഒരു 7 അടി അകലത്തിൽ റെഡ് ലേഡി പപ്പായ നട്ടിട്ടുണ്ട്. ഒരു 600ഓളം റെഡ് ലേഡി പപ്പായ ഉണ്ട്, 600ഓളം ഹൈബ്രിഡ് കൊക്കോ ഉണ്ട്, മാംഗോസിന് 60 ഉണ്ട്, 130ഓളം ജാതിയുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വരിക്കപ്ലാവും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആദ്യം പപ്പായെന്ന് കുറച്ച് ആദായം കിട്ടും.
അതിൽ പിടിച്ച് പോകാം. അത് കഴിഞ്ഞ് കൊക്കോയെ കിട്ടും. പിന്നെ കൊക്കോയിൽ നിന്ന് ജാതിയിലാകും. അങ്ങനെ കാലം മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഈ മലയുടെ ഒരു ഭാഗത്ത് വിശാലമായ ഒരു പടുതാക്കുളം നിർമ്മിച്ചിരിക്കുന്നു. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ചെറിയ കുഴൽ വഴി ഈ പടുതാക്കുളത്തിൽ സംഭരിക്കുന്നു. 10 അടി താഴ്ചയുള്ളതാണ് ഈ കുളം. ഇവിടെ ശേഖരിക്കുന്ന വെള്ളം ഡ്രിപ്പ് ഇറിഗേഷൻ വഴി എല്ലാ വിളകൾക്കും ഉപയോഗിക്കുന്നു. ഇതിന് കൃഷി വകുപ്പിൽ നിന്ന് ആനുകൂല്യവും ലഭിച്ചിട്ടുണ്ട്. ഈ മലയുടെ പല ഭാഗത്തായി 4 പടുതാക്കുളം നിർമ്മിച്ചിരിക്കുന്നു. എണ്ണൂറോളം വാഴകളും ഇതിനിടയിലായി കൃഷി ചെയ്തിരിക്കുന്നു. കൂടുതലും ഏത്തവാഴയാണ്. തെങ്ങിന് ഇടവിളയായാണ് വാഴ നട്ടിരിക്കുന്നത്. ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. പല വാഴയും രണ്ടാമതും കുലച്ചു തുടങ്ങി. ഒരു ചുവട്ടിൽ നിന്നും മുളച്ചു വരുന്ന കരുത്തുള്ള തൈകൾ നിലനിർത്തി പരിചരിക്കും. ഇങ്ങനെ 3 പ്രാവശ്യം ഒരു ചുവട്ടിൽ നിന്ന് വിളവെടുപ്പ് നടത്തും. ആദ്യം നട്ട സമയത്ത് 1.5 അടി താഴ്ത്തി കുഴിയെടുത്ത് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും മാത്രം ഇട്ടുകൊടുത്തു. 1 മാസം കഴിഞ്ഞ് ഡോളോമൈറ്റ് ചുവട്ടിലിട്ട് കൊടുത്തു. 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ജൈവ വളപ്രയോഗം നടത്തും. 6 മാസം കഴിഞ്ഞുള്ള വളപ്രയോഗത്തിൽ കുറച്ച് പൊട്ടാഷ് കൂടി ചേർക്കാറുണ്ട്. നല്ല കുല കിട്ടാൻ ഇത് അത്യാവശ്യമാണെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇപ്പോൾ ആഴ്ചയിൽ 40ഉം 50ഉം കുല വീതം വെട്ടിത്തുടങ്ങി. ആദ്യം വിളവെടുത്തപ്പോൾ ഒരു കുല 15 കിലോ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുല 10 മുതൽ 12 കിലോ വരെ ഉള്ളതാണ്. മലമുകളായതുകൊണ്ട് കാറ്റ് നല്ലതുപോലെ വീശുന്നുണ്ട്. കുല മറിഞ്ഞു പോകാതിരിക്കാൻ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിവെക്കാറുണ്ട്. ഇവിടെ കീടനാശിനികളൊന്നും ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്താണ് ഈ ബിജു എന്ന് പറയുന്ന ആൾ. ഞങ്ങളേതാണ്ട് ഒരു 10-15 വർഷക്കാലമായിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന ആളുകളാണ്. അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനായിരുന്നു എൻ്റെ അറിവിൽ ആദ്യകാലത്ത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സർക്കാർ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുള്ളിക്കാരനിപ്പോൾ കാർഷിക മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ്. വളരെ ചിട്ടയോടുകൂടി, പട്ടാള ചിട്ടയോടുകൂടി തന്നെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, കൃഷി രീതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല കർഷകനാണ് ഈ ബിജു. അദ്ദേഹം ചെയ്തിരിക്കുന്ന റംബുട്ടാനും ഏത്തവാഴ കൃഷിയും അതുപോലെ പപ്പായയും അതിൻ്റെ ഇടയ്ക്ക് കൂടി ജാതി, അതിനിടയ്ക്ക് കൊക്കോയും എല്ലാം വളരെ വിദഗ്ധമായി, അത് വെറും തോന്നിയ രീതിയിലല്ല, വളരെ വൈദഗ്ധ്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചിട്ടയോടുകൂടി അടുക്കും ചിട്ടയും കൃത്യമായി വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ആ കൃഷി ഏതൊരു കർഷകൻ്റെയും മനസ്സ് പുളകം അണിയിക്കുന്നതാണ്. റെഡ് ലേഡി പപ്പായ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. തായ്വാനിൽ നിന്ന് 10 ഗ്രാം വിത്ത് ഇറക്കുമതി ചെയ്തതാണ് ഇത്. 2650 രൂപ ഇത് വിലയായി. ഒരു കൂടയിൽ പാകി കിളിർപ്പിച്ച് പറിച്ചു നട്ടതാണ്. 7 അടി അകലത്തിൽ നട്ടിരിക്കുന്നു. പപ്പായയ്ക്ക് ഇടയിലാണ് ജാതിയും കൊക്കോയും നട്ടിരിക്കുന്നത്. രണ്ട് പപ്പായയ്ക്കിടയിലായി ഒരു കൊക്കോ അല്ലെങ്കിൽ ഒരു ജാതി എന്ന ക്രമത്തിൽ നട്ടിരിക്കുന്നു. ഒക്ടോബറിൽ കൂടയിൽ നിന്ന് പറിച്ചു നട്ടതാണ് ഇത്. കായ്ച്ചു തുടങ്ങി.
ചാണകവും പൊട്ടാഷ്യം ഇട്ടാണ് നട്ടത്. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ പപ്പായ, ജാതി, കൊക്കോ തുടങ്ങിയവയ്ക്ക് ഇപ്പോൾ നനയ്ക്കുന്നുണ്ട്. പപ്പായയിൽ നിന്ന് 2 വർഷത്തിൽ കൂടുതൽ വിളവ് ലഭിക്കും. അത് കഴിയുമ്പോൾ കൊക്കോ 1.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 7-ാം വർഷം മുതൽ ജാതിയിൽ നിന്നും വിളവെടുപ്പ് നടത്താനാകും. ഈ പ്രതീക്ഷയിലാണ് ഇവ ഇടകലർത്തി നട്ടിരിക്കുന്നത്. ഒരു കർഷകനായിട്ടല്ല അദ്ദേഹം ആദ്യമായിട്ട് കൃഷിഭവനിൽ വന്നത്. ഡിസംബർ മാസം 31-ാം തീയതി റിട്ടയർ ചെയ്ത ജില്ലാ കൃഷി ഓഫീസർ ഷാജി മണക്കാട് സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടാണ് അദ്ദേഹം കൃഷിഭവനിൽ വന്ന് സ്വയം പരിചയപ്പെടുത്തിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 5 ഏക്കർ സ്ഥലത്ത് വാഴ, പപ്പായ, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, കൊക്കോ മുതലായ കൃഷികളുണ്ടെന്ന്, എന്തെങ്കിലും ജലസേചനത്തിനുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമോ എന്നറിയാനാണ് അദ്ദേഹം ആദ്യമായി കൃഷിഭവനിൽ വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് 2 പടുതാക്കുളത്തിനും ഡ്രിപ്പ് ഇറിഗേഷനും കൃഷിഭവനിൽ നിന്നും സബ്സിഡി നൽകി. ഫീൽഡിൽ ചെന്ന് കണ്ടപ്പോൾ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു പട്ടാളക്കാരനാണെങ്കിലും വളരെ നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. ഇതോടൊപ്പം 130 ജാതി, 60 മാംഗോസ്റ്റിൻ തുടങ്ങിയവയും കൃഷി ചെയ്തിരിക്കുന്നു. ജൂണിലെ ആദ്യ മഴയോടെയാണ് ജാതി, കൊക്കോ, മാംഗോസ്റ്റിൻ ഇവ നട്ടത്. കൂട തൈ പറിച്ചു നട്ടതാണ്. ഇതുവരെ ജൈവവളം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് കൃഷിസ്ഥലം. രാവിലെ 10 മണിയാകുമ്പോൾ ബിജുമോൻ കൃഷിസ്ഥലത്തെത്തും. ഓരോന്നിനും ആവശ്യമായ പരിചരണം നൽകും. സഹായത്തിന് ഒരാൾ കൂടിയുണ്ടാവും. അധ്വാനിക്കാൻ ഒരു മടിയുമില്ലാത്ത ഇദ്ദേഹത്തിന് ഈ കൃഷിയിടം പൊന്നു വിളയിക്കുമെന്ന് ഉറപ്പാണ്. അതനുസരിച്ചുള്ള വിളകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണ് ജൈവ രീതിയിലാണെങ്കിലും കൃഷി ചെയ്യുന്നത്. അതിലൂടെ ഒരു വരുമാനം ലഭിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൃഷി നടത്തിപ്പിലെ ഓരോ പ്രവൃത്തിയും. അത് നേടിയെടുക്കും എന്നതിന് ഒരു സംശയവുമില്ല. ഇടുക്കി ജില്ലയുടെ പ്രധാന ഭരണസിരാ കേന്ദ്രമാണ് തൊടുപുഴ. തൊടുപുഴയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എഴുമട്ടം. ഇവിടെ രാജു ജോൺ, ജെയിംസ് ജോൺ എന്നീ കർഷകർ നടത്തുന്ന ഒരു വലിയ പന്നി ഫാം 9 എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ മദർ സ്റ്റോക്കുകളെല്ലാം കോലാനി ഫാമിൽ നിന്ന് വാങ്ങിയവയാണ്. ഇവിടെ ഒരേ സമയം ബ്രീഡിങ്ങിനും ഇറച്ചിക്കുമായി തരംതിരിച്ച് 2 ഷെഡുകളിലായി 700ഓളം പന്നികളെയാണ് വളർത്തുന്നത്. എഴുമുട്ടത്തുള്ള ഈ ഷെഡിൽ 100ഓളം പന്നികളാണ് ഇപ്പോഴുള്ളത്. ഇതിൽ 20 പന്നികൾ 2 ദിവസത്തിനകം പ്രസവിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയും ബാക്കിയുള്ളവ ദിവസ വ്യത്യാസത്തിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ലാൻഡ് റൈസും ലാർജ് വെയ്റ്റ് യോർക്ക്ഷയറും ഡ്യൂറോക്കും ആണ് ഇവിടെയുള്ള ഇനങ്ങൾ. ഈ ഫാമിൽ ഒരു വർഷം ഒരു പന്നി 2 പ്രാവശ്യം പ്രസവിക്കുകയും ഓരോ പ്രസവത്തിലും 9ഉം 10ഉം കുഞ്ഞുങ്ങളെ ലഭിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ 3 മാസം കുഞ്ഞുങ്ങൾ തള്ളയുടെ കൂടെ പാൽ കുടിച്ചു വളരും. പ്രസവത്തിനായി പ്രത്യേകം കൂട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. പ്രസവ സമയമാകുമ്പോൾ ഈ കൂട്ടിൽ കയറ്റി നിർത്തും. കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് തള്ളപ്പന്നി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്
ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ അയൺ കുത്തിവയ്പും നടത്താറുണ്ട്. ഈ യൂണിറ്റിൽ തീറ്റയായി കഞ്ഞി വെച്ച് കൊടുക്കുകയാണ് പതിവ്. ഇതിൽ അരി, ചോളം, മെയ്സ്, കമ്പം, അരിത്തവിട്, ഉപ്പ്, മീൻപൊടി, മിനറൽ മിക്സ് എന്നിവയെല്ലാം ചേർത്താണ് വേവിക്കുന്നത്. വൈകിട്ട് കഞ്ഞിയും രാവിലെ വാഴപ്പിണ്ടിയും CO3 പുല്ലുമാണ് നൽകുന്നത്. ഇവിടെ നിന്ന് 3 മാസം കഴിയുന്നവയെ മറ്റൊരു ഷെഡിലേക്ക് മാറ്റും. ഇവിടെ 600ഓളം പന്നികൾ വിവിധ പ്രായത്തിലുള്ളവയാണ്. ഇവിടെ തീറ്റ ഹോട്ടൽ വേസ്റ്റ് മാത്രമാണ്. സ്വന്തമായി 7 കടകൾ ഫാം 9 എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിലുണ്ട്. പന്നികൾക്ക് 100 കിലോ തൂക്കമാകുമ്പോൾ അവയെ ഇറച്ചിയാക്കി ഫാം വിപണന കേന്ദ്രം വഴി വിൽക്കുകയാണ് പതിവ്. ഞങ്ങളിവിടെ തൊടുപുഴയിൽ നിന്നും ഗവൺമെൻറ് ഫാമിൽ നിന്നും കോലായി ഫാമിൽ നിന്നും പന്നിക്കുഞ്ഞുങ്ങളെ മേടിച്ചാണ് ഞങ്ങളിവിടെ ആദ്യം തുടങ്ങുന്നത്. അവിടെ നിന്നും കിട്ടിയ തുച്ഛമായ പന്നിക്കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ആദ്യം തുടങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അത് അവിടെ നിന്ന് കിട്ടിയ പന്നിക്കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 650ഓളം ഫാറ്റനിങ്ങും 100 ബ്രീഡിംഗ് സ്റ്റോക്കുമായിട്ട് ഞങ്ങളിപ്പോൾ വളർത്തിക്കൊണ്ട് വന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ 2 ഇടത്താണ് ഞങ്ങൾ ഫാം നടത്തുന്നത്. ഒരിടത്ത് ബ്രീഡിംഗ് മാത്രമായിട്ട് ഒരു 100 പന്നികളും ബാക്കിയുള്ളത് ഒരു ഫാറ്റനിങ് ആയിട്ട് വേറൊരു 2 പഞ്ചായത്തിൻ്റെ കീഴിലായിട്ടാണ് വളർത്തുന്നത്. കാർഷിക മേഖലയിൽ സമ്മിശ്ര കൃഷിക്ക് പ്രാധാന്യം നൽകി വരുന്ന ഈ കാലഘട്ടത്തിൽ ഫാം 9 എല്ലാ കർഷകർക്കും ലാഭകരമായി പിന്തുടരാവുന്ന ഒരു കാർഷിക മാതൃകയാണ് അവതരിപ്പിക്കുന്നത്. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക്. കാർഷിക സെമിനാർ മാർച്ച് 18-ന്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ജില്ലാ കൃഷിഫാമിൽ മാവ്, പ്ലാവ്, സപ്പോട്ട, ജാമ്പ, പേര, ജാതി എന്നിവയുടെ ഗ്രാഫ് തൈകളും റെഡ് ലേഡി പപ്പായയുടെ തൈകളും ലഭിക്കുന്നു. ഓർക്കിഡ്, ആന്തൂറിയം, മുല്ല, പിച്ചി മുതലായ പൂച്ചെടികളുടെ വേര് പിടിപ്പിച്ച തൈകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ വിവിധ തരം പച്ചക്കറികളുടെയും വാഴകളുടെയും നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0472284648. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഗീതിക എന്ന പുതിയ ഇനം പയറിന്റെ വിത്തുകൾ ഫാമിൽ നിന്നും വാങ്ങാവുന്നതാണ്. 100 ഗ്രാം പയർ വിത്തിന്റെ വില 150 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471238353. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെയും കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർച്ച് 18-ാം തീയതി മലപ്പുറം ജില്ലയിലെ ചങ്ങരം കുളത്ത് വെച്ച് കാർഷിക സാങ്കേതിക സെമിനാർ നടത്തുന്നു. പരിപാടിയിൽ കാർഷിക യന്ത്രവൽക്കരണം, ഭക്ഷ്യ സംസ്കരണ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ എടുക്കുന്നതും കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ
9447964629. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പാലക്കാട് മലമ്പുഴയിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നെൽകൃഷിക്കും കരകൃഷിക്കും ആവശ്യമായ വിവിധ തരം കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭിക്കുന്നു. കൊയ്ത്ത് യന്ത്രങ്ങൾ, ഉഴവ് യന്ത്രങ്ങൾ എന്നിവ കൂടാതെ ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ എന്നിവയും ഓപ്പറേറ്റർ സഹിതം മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് വാടകയ്ക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447301928. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, കോഴിക്കോട് 8400 രൂപ, തൃശൂർ 7500 രൂപ. കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5400 രൂപ, തൃശൂർ 5240 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61800 രൂപ, ഗാർബിൾഡ് 64800 രൂപ. ചുക്ക മീഡിയം 17000 രൂപ, ബസ്റ്റ് 18500 രൂപ. മഞ്ഞൾ സെലം 11100 രൂപ, മഞ്ഞൾ ഈറോഡ് 11300 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7600 രൂപ, കൊപ്ര 5215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61800 രൂപ, ഗാർബിൾഡ് 64800 രൂപ. ചുക്ക മീഡിയം 17000 രൂപ, ബസ്റ്റ് 18500 രൂപ. അടയ്ക്ക പുതിയത് 19000-നും 20000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 200-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 380-നും 400-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 925-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10800 രൂപ. ഒട്ടുപാൽ 7600 രൂപ, ലാറ്റക്സ് 7600 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച പിടിച്ചു നിർത്താൻ ഉൽപ്പാദകരും സ്റ്റോക്കിസ്റ്റുകളും വിപണികളിലേക്ക് ചരക്ക് നീക്കം കുറച്ചു. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ഇന്ന് സ്റ്റഡിയായി നീങ്ങി. ടയർ നിർമ്മാതാക്കളുടെ തിരിച്ചുവരവ് റബ്ബർ വിപണിയിൽ ചലനമുളവാക്കി. മികച്ച ഇനം ഷീറ്റിന് ആവശ്യം വർദ്ധിച്ചത് സ്റ്റോക്കിസ്റ്റുകളെ കൊച്ചി, കോട്ടയം വിപണികളിലേക്ക് അടുപ്പിച്ചു. റബ്ബർ അവധി നിരക്കുകളും ഉയർന്നു. ലേലകേന്ദ്രങ്ങളിൽ പ്രതിദിനം ശരാശരി 50 ടൺ ഏലയ്ക്ക ഇപ്പോൾ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട്. ഗുണമേന്മ മുൻനിർത്തി ആഭ്യന്തര വ്യാപാരികൾ ചരക്ക് ശേഖരിച്ചു. വണ്ടർമേട്ടിൽ ഇന്ന് മികച്ച ഇനം ഏലയ്ക്ക കിലോയ്ക്ക് 882 രൂപയിൽ കൈമാറി. വിദേശ അന്വേഷണങ്ങളുടെ അഭാവം കുരുമുളകിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി. അതേസമയം ഹൈറേഞ്ചിലെ കർഷകർ ടെർമിനൽ മാർക്കറ്റിലേക്ക് കാര്യമായി മുളക് വിൽപ്പനയ്ക്ക് ഇറക്കിയില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.7, 26.2. കൊച്ചി 34, 25.8. ആലപ്പുഴ 35, 25.3. പുനലൂർ 37.6, 21.4. തിരുവനന്തപുരം 34.2, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.